ാണ് ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ ഇന്നും തുടരും. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ജനകീയ തിരച്ചിൽ. ക്യാമ്പിലുള്ളവരിൽ സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തിയാകും തെരച്ചിലുണ്ടാവുക. പ്രാദേശിക ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുക്കും. 8 മണിയോടെ തെരച്ചിൽ ആരംഭിക്കും. 9 മണിക്കകം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ തെരച്ചിൽ മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കൂ. നാളെ പുഴയുടെ താഴെ ഭാഗങ്ങളിൽ സേനയെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തും. ചൂരൽമലയിൽ നിന്ന് ഡാൻ കുര്യനും ഒപ്പം ബെയിലി പാലത്തിൽ നിന്ന് മിഥുൻ എം ജിയും നമുക്കൊപ്പം ചേരും. ഞാൻ ആദ്യം ഡാൻ കുര്യനിലേക്കാണ് പോകുന്നത്. ഡാൻ അവിടെ ചൂരൽമലയിലുണ്ട്. ഡാൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് വീണ്ടും ആ ജനകീയ തിരച്ചിൽ തുടരുകയാണ് വയനാട്ടിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 8 മണിയോടുകൂടി തിരച്ചിൽ ആരംഭിക്കുമല്ലേ? ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസവും ഇങ്ങനെ ഇത്തരത്തിലുള്ള ജനകീയ തിരച്ചിലുണ്ടായിരുന്നു. അന്ന് 4ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തി. കാരണം ആ നാട്ടുകാർ വീണ്ടും അവരുടെ പ്രിയപ്പെട്ടവർക്കായി ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ അവർ എവിടെയാണ് എന്ന് ആരേക്കാളും പറയാൻ സാധിക്കുക ഒരുപക്ഷെ അവർക്ക് തന്നെയായിരിക്കും. കാരണം ആ നാടിനെ അത്രമേൽ അടുത്തറിഞ്ഞവർ മറ്റാരും ഉണ്ടാവില്ല, അല്ലേ ഡാൻ? തീർച്ചയായിട്ടും ഭവ്യ, അതായത് ഈ ദുരന്തമുണ്ടായി ഇത്രയധികം ദിവസം പിന്നിടുമ്പോൾ രക്ഷാദൌത്യം വളരെ ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജനകീയ തിരച്ചിൽ എന്നൊരു ആശയം വരുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ 6 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് ഈ ജനകീയ തിരച്ചിൽ നടക്കുന്നതും. പക്ഷേ പ്രധാനമന്ത്രി ഇന്നലെ ഇവിടേക്ക് എത്താൻ ഉണ്ടായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടെന്ന് നേരത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇന്നതല്ല സാഹചര്യം. രാവിലെ 8 മണിക്ക് ജനകീയ തിരച്ചിൽ ആരംഭിക്കുകയാണ്. 8 മണിക്ക് മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഇവിടെ ഈ തെരച്ചിലിന് നേതൃത്വം നൽകാനായി ഇവിടേക്ക് എത്തും. 9 മണിവരെ മാത്രമാണ് ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവിടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുള്ളൂ. 9 മണി കഴിഞ്ഞ് ആരെയും അതിന് അനുവദിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഈ തെരച്ചിലിൽ പോകുന്ന ആളുകളുടെ ഒരു സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രാവിലെ 9 മണി വരെ മാത്രം ഈ രജിസ്ട്രേഷൻ അങ്ങനെ വെച്ചിരിക്കുന്നതെന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പോലീസിനും അഗ്നിശമന സേനയ്ക്കും NDRFന്റെ ഉദ്യോഗസ്ഥർക്കും ഇവിടെ തുടരുന്ന സൈനിക ഉദ്യോഗസ്ഥർക്കും ഒപ്പം വിവിധ സംഘങ്ങളായി, ചെറു സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളുടെ പ്രവർത്തകർ അവരെല്ലാവരും ഒരുമിച്ച് അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായി ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ജനകീയ തെരച്ചിൽ എന്നൊരാശയം ഇവിടേക്ക് യാഥാർത്ഥ്യമാക്കാൻ, പ്രായോഗികമാക്കാൻ അവർ തയ്യാറെടുക്കുന്നതും. അതിന് മുന്നോടിയായിട്ട് വിവിധ സേനാ വിഭാഗങ്ങളുടെ വാഹനങ്ങൾ അത് ഈ ദുരന്ത മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മാത്രമാണ്, ഈ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇന്ന് ചൂരൽമലയിലേക്ക് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാന കവാടത്തിൽ, ബെയിലി പാലത്തിന് ഒരു 200 മീറ്റർ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അവിടേക്ക് പ്രവേശനം ഈ സേനാ വിഭാഗങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് മാത്രമാണ്. മറ്റെല്ലാവരെയും ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് തടയുകയാണ്. അവിടെ നിന്ന് നടന്നു വേണം ഇവിടേക്ക് എത്താൻ. എന്നിട്ട് വരിവരിയായി എത്തുന്ന ആളുകൾ പേര് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇവിടുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് നേരെ ഈ തെരച്ചിലിന് വേണ്ടി പോകുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അഗ്നിരക്ഷാസേനയുടെ അംഗങ്ങൾ അവരെത്തിയ വാഹനത്തിൽ നിന്ന് ഈ തെരച്ചിൽ നടത്താൻ പോകുന്ന സ്ഥലത്തേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഡാൻ, അതാണ് സാഹചര്യം. ഡാൻ, ഇന്ന് പ്രധാനമായും 6 സോണുകളായി തിരിച്ചാണല്ലേ തിരച്ചിൽ തുടങ്ങുക, അല്ലേ ഡാൻ? സ്വാഭാവികമായി കഴിഞ്ഞ ദിവസവും 6 സോണുകളായി തിരിച്ചു തന്നെയായിരുന്നു തെരച്ചിൽ നടന്നത്. നമുക്കറിയാം, ഈ പുഞ്ചിരിമട്ടത്തും അതോടൊപ്പം തന്നെ മുണ്ടക്കൈയിലുമാണ് ഏറ്റവും അധികം ആളുകൾ, ഏതാണ്ട് 133 പേരെ കുറിച്ച് ഇനിയും വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. സ്വാഭാവികമായി ഈ 2 മേഖലകളെ കുറിച്ച് അറിയാവുന്ന ആളുകൾ അവരെ കൂടി ഈ തെരച്ചിലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന ഈ മേഖലകളിൽ തെരച്ചിൽ നടത്താൻ സ്വതമേ തയ്യാറായിരിക്കുന്ന ആളുകളെ കൂടി അവരെ ആരും നിർബന്ധിക്കുന്നില്ല. അവരെ കൂടി, അതായത് ഈ പ്രദേശത്തെക്കുറിച്ചും അവിടെ താമസിക്കുന്ന ആളുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരുന്ന ആളുകൾ കൂടി തെരച്ചിലിൽ പങ്കാളികളായാൽ അത് ഈ ദൌത്യം കൂടുതൽ ഒരു ഫലപ്രാപ്തിയിലെത്തുമെന്നൊരു പ്രതീക്ഷയുണ്ട് ഈ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർക്ക്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് അവർ കടന്നതും. സ്വാഭാവികമായി പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല, അതോടൊപ്പം തന്നെ സൂചിപ്പാറ, കാന്തൻപാറ, ഈ സ്ഥലങ്ങളിലൊക്കെ ഈ പരിശോധന നടക്കുന്നുണ്ട്. നാളെ സൈന്യം വ്യാപകമായ പരിശോധന, ഈ നമുക്കങ്ങോട്ട് നടന്നെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ നടത്തിയ തെരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അവ അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു. മറ്റ് തുണിയിൽ
തുണിയിലും മറ്റും എടുത്തുകൊണ്ട് വരുന്നതിന് പ്രായോഗികമായ ഏറെ ബുദ്ധിമുട്ടുകൾ ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടുണ്ട്. മൃതദേഹങ്ങൾ ജീർണിച്ച നിലയിലാണ്. അതുകൊണ്ട് തന്നെ DNA പരിശോധന അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്താണ് മൃതദേഹങ്ങൾ ആശുപത്രികളിലേക്ക് മാറ്റിയത്. സ്വാഭാവികമായി ഇന്നും 6 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പരിശോധന. അതിൽ തന്നെ സെന്റിനൽ റോക്സിന് സമീപത്ത് വലുതായി, അതായത് ഈ നദിയുടെ ഗതി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ പുഴ വലിയ തരത്തിൽ ഒഴുകുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത്, ഇപ്പോൾ അതിന്റെ വീതി ഏറ്റവും കൂടിയിരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് സെന്റിനൽ റോക്സിന് സമീപത്താണ്. അവിടെയാണ് വലിയ തരത്തിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ആ ഗർത്തങ്ങളിൽ മുകളിൽ മണ്ണാണ്, പക്ഷേ ആ മണ്ണിൽ ചവിട്ടിയാൽ പുതഞ്ഞ് താഴേക്ക് പോകുന്ന തരത്തിൽ വലിയ ചതുപ്പ് രൂപപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കൂടുതലായി അടിഞ്ഞിട്ടുണ്ടാകാമെന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം കടാവർ നായ്ക്കൾ അടക്കമെത്തി പരിശോധന നടത്തുമ്പോൾ ഈ സ്ഥലങ്ങളിൽ കൃത്യമായി ചില പോയിന്റുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പമാണ് തെർമൽ ഇമേജിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ സാന്നിധ്യം ഉണ്ടോ മണ്ണിൽ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഒരു വശത്ത് നടന്നത്. സ്വാഭാവികമായി അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തി മാർക്ക് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഹിറ്റാച്ചികളുടെ സഹായത്തോടെ മണ്ണ് നീക്കിയും കല്ല് നീക്കിയുമായിരിക്കും പരിശോധന നടത്തുക. 6 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും ഇന്നും ഈ തെരച്ചിൽ നടക്കാൻ പോകുന്നത്. ഇന്ന് നടക്കുന്ന ഈ ജനകീയ തെരച്ചിലിലൂടെ കണ്ടെത്താൻ കഴിയുന്ന പരമാവധി ആളുകളെ കണ്ടെത്താൻ കഴിയും. അവരെ കാണാതായവരെ കുറിച്ച് വ്യക്തമായ ഒരു സൂചന കിട്ടുമെന്നൊരു പ്രതീക്ഷ അധികൃതർക്കുണ്ട്. സ്വാഭാവികമായി ഇത്രയധികം ദിവസം പിന്നിടുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കൃത്യമായ ഒരു ഇടപെടൽ നടത്തി വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഒരു പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളം ഇപ്പോഴും തുടരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി സൈന്യം നാളെ നടത്താൻ പോകുന്ന വ്യാപകമായ തെരച്ചിലിന് മുൻപ് ജനകീയമായ തെരച്ചിൽ ഇന്ന് നടത്തുമ്പോൾ അത് ഫലം കാണുമെന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഈ ദിവസങ്ങൾ പിന്നിടും തോറും ഈ ആളുകളെ അവിടെ നിന്ന്, അതായത് ഈ മണ്ണിൽ പുതഞ്ഞു പോയിരിക്കുന്ന മനുഷ്യ ശരീരഭാഗങ്ങൾ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു ദൌത്യമായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഒരു മാസ് സെർച്ചിങ്ങിലേക്ക്, വ്യാപകമായ ഒരു തെരച്ചിലേക്ക് മാറാം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയും രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ഉന്നത ഉദ്യോഗസ്ഥ സംഘവുമൊക്കെ എത്തിച്ചേർന്നത്. ഡാന, അത്തരത്തിലൊരു തീരുമാനം അത് തീർത്തും സ്വാഗതാർഹം തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള ജനകീയ തെരച്ചിലുണ്ടായിരുന്നു. അന്നും 4ഓളം മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. ഇന്നലെയും ഇതേപോലെ നേരത്തെ സൂചിപ്പിച്ച 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇത്തരത്തിൽ ജനകീയ തെരച്ചിലിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തങ്ങളുടെ വേണ്ടപ്പെട്ടവരാണ്, അവരെ കണ്ടെത്താൻ ഒരുപക്ഷെ സൈന്യമൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഊർജ്ജത്തോടു കൂടി ഒരുപക്ഷെ അവർക്ക് ആ സാധാരണക്കാരായ അവിടെ മനുഷ്യർക്ക് ഇറങ്ങാൻ സാധിക്കും. കാരണം അവരുടെ വേണ്ടപ്പെട്ടവരാണ്. അവരുടെ വേണ്ടപ്പെട്ടവരെ അവസാനമായി ഒരു നിമിഷമെങ്കിലും ഒന്ന് കാണാനെങ്കിലും സാധിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ ആ ദുരന്തത്തെ അഭിമുഖീകരിച്ചവർ തന്നെ ആ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവർക്കായിരിക്കും ഒരു പക്ഷേ തങ്ങളുടെ വേണ്ടപ്പെട്ടവർ ഏത് ഭാഗത്തായിരിക്കാം എന്ന് മറ്റാരേക്കാളും കണ്ടെത്താൻ സാധിക്കുക അവർക്കായിരിക്കും. പക്ഷെ എത്ര ആളുകൾക്ക് ആ ദുരന്ത ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങാൻ സാധിക്കുമെന്നത് ഒരു വലിയ ചോദ്യമാണ്. കാരണം അവർ കണ്ട നാട് അങ്ങനെയായിരുന്നില്ല, അവരുടെ വേണ്ടപ്പെട്ടവർ അങ്ങനെയായിരുന്നില്ല. അപ്പോൾ എത്രമാത്രം ആളുകൾക്ക് എവിടേക്ക് ഇറങ്ങാൻ സാധിക്കുമെന്നത് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇറങ്ങുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ആ ഒരു മനസാന്നിധ്യം കൊണ്ട് വേണ്ടപ്പെട്ടവരെ കണ്ടെത്താൻ സാധിക്കും. അതുതന്നെയാണ് ഈ ജനകീയ തിരച്ചിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനകീയ തിരച്ചിൽ കൊണ്ട് ഉണ്ടാകുന്നൊരു ഗുണവും അതുതന്നെയാണല്ലേ? സ്വാഭാവികമായി ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ തലേ ദിവസം കിടക്കുന്നതിന് മുമ്പ് കണ്ട സ്ഥലങ്ങളോ കണ്ട അവസ്ഥകളോ കണ്ട സാഹചര്യങ്ങളോ ഒന്നും അല്ല അവർക്ക് ഇനി അങ്ങോട്ട് അവിടേക്ക് എത്തി ഈ കാഴ്ചകൾ, ദയനീയമായി ഈ കാഴ്ചകൾ നേരിൽ കാണുമ്പോൾ സ്വാഭാവികമായി അതിന്റെ വേദന, അതിന്റെ ദുഃഖം അതൊക്കെ ഉള്ളിൽ ഒതുക്കി കടിച്ചമർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസവും ഈ ക്യാമ്പുകളിൽ നിന്ന് ഏതാനും ആളുകൾ ഈ പ്രദേശങ്ങളിലേക്ക്, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല പ്രദേശങ്ങളിലേക്ക് എത്തിയത്. സ്വാഭാവികമായി ഈ എത്ര വൈദഗ്ധ്യം നേടിയ ആളുകൾ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകാൻ ഉദ്യോഗസ്ഥ സംഘം ഇവിടേക്ക് എത്തിയാലും ഈ ഭൂപ്രകൃതിയെക്കുറിച്ച്, പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉള്ള ആളുകൾ ആ ദൌത്യത്തിന് നേതൃത്വം നൽകുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവരുടെ സഹായത്തോടെ സ്വാഭാവികമായി ഈ രക്ഷാദൌത്യം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ മറ്റൊരു സംഘം, അല്ലെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ച് പരിചയമില്ലാത്ത ഒരു സംഘം ഇവിടേക്ക് വന്ന് നടത്തുമ്പോൾ ഉണ്ടാകില്ല. മാത്രവുമല്ല, ഈ സേനാ വിഭാഗങ്ങൾ തന്നെ ഓൾട്ടർ ചെയ്താണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ മാറി മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയായി വരുന്നതേയുള്ളൂ. ആ ഒരു പശ്ചാത്തലമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സ്ഥലപരിചയമുള്ള ആളുകളെ കൂടി
രക്ഷാദൌത്യത്തിന് വേണ്ടി കടന്നുപോകുന്ന അല്ലെങ്കിൽ ഈ ശ്രമകരമായ ദൌത്യത്തിലേക്ക് കടന്നുപോകുന്ന അഗ്നിശമന സേന ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും NDRFന്റെ ഉദ്യോഗസ്ഥർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ഒപ്പം അയക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് ഫലം കാണുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. സ്വാഭാവികമായി ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ സംശയമുള്ള അല്ലെങ്കിൽ പ്രധാനമായി 6 സോണുകളായി തിരിക്കുന്നു. 6 സോണുകളിൽ ഓരോ ഭാഗങ്ങളിലും മണ്ണും കല്ലും മാറ്റി നോക്കി അവിടെ മനുഷ്യമാംസം ഇല്ല, ശരീരഭാഗങ്ങളൊന്നും ഈ മണ്ണിൽ ജീർണിച്ച നിലയിലില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഏറ്റവും ദുഷ്കരമായ ഒരു ദൌത്യത്തിന്റെ തന്നെയായിരിക്കും ഇന്ന് രാവിലെ 8 മണി മുതൽ ബെയിലി പാലത്തിന് സമീപത്ത് നിന്ന് തുടക്കം കുറിക്കുക. അവിടെ നിന്നായിരിക്കും മുകളിലേക്ക് പിന്നീട് ഏറ്റവും ആദ്യമെത്തുന്ന ചൂരൽമലയിൽ നിന്ന് ആദ്യമെത്തുന്ന മുണ്ടക്കൈ മസ്ജിദ് റോഡ്, അവിടെ നിന്ന് പുഞ്ചിരിമട്ടം ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ ബസ്സുകളിലാണ് മറ്റ് ജില്ലകളിൽ നിന്നടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ ഇവിടേക്ക് വന്ന് ഇറങ്ങുന്നത്. സ്വാഭാവികമായി 8 മണിക്കും 9 മണിക്കും ഇടയിൽ കൂടുതൽ ആളുകളെത്തും. 9 മണിക്ക് ഈ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി മുഴുവൻ ആളുകളെയും ബെയിലി പാലത്തിലൂടെ ഈ സംഭവമുണ്ടായ ദുരന്ത ഭൂമിയിലെ കരളലിയിക്കുന്ന കാഴ്ചകളിലേക്ക് അവിടുത്തെ ഏറ്റവും ഈ ദുഷ്കരമായ ദൌത്യം നടത്തേണ്ട സ്ഥലങ്ങളിലേക്ക് ചെറു സംഘങ്ങളായി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അയക്കുന്ന ഒരു നടപടിയിലായിരിക്കും നീങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും നമ്മൾ കാണുന്നതും അതുതന്നെയാണ്. ഉറ്റവർക്ക് വേണ്ടി അവർ ഇറങ്ങുകയാണ്, തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവർ ഇറങ്ങുകയാണ്. അതുമാത്രമല്ല, ഇപ്പോഴും 2 ആഴ്ച പിന്നിട്ടു വയനാട് ദുരന്തം സംഭവിച്ചിട്ട് ഇപ്പോൾ പോലും ആ നാടിനെ ചേർത്ത് പിടിക്കുകയാണ്. ഡാൻ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തുന്നു, സന്നദ്ധ പ്രവർത്തകരെത്തുന്നു. അവരെ എത്രമാത്രം കൈകൂപ്പി വണങ്ങിയാൽ മതിയാവില്ല ഈ മലയാളത്തിന്. കാരണം അത്രമാത്രം ഇപ്പോഴും 2 ആഴ്ച പിന്നിട്ടിട്ട് പോലും ആ നാടിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി, ആ നാട്ടിലെ ആളുകളെ കണ്ടെത്താൻ വേണ്ടി പേരെന്തെന്നോ ഊരേതെന്നോ പോലും അറിയാത്ത കുറേ ആളുകൾ അവിടേക്ക് എത്തുകയാണ്. അവർ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ആ നാടിന് വേണ്ടി, ആ നാടിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി എത്തുന്ന കുറേ ആളുകളെയും നമുക്ക് അതിൽ നിന്ന് കാണാം. ഒപ്പം തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങുന്ന, ഉറ്റവരെ തേടി ഇറങ്ങിയ കുറേ സാധാരണക്കാരായ നിസ്സഹായരായ മനുഷ്യരെയും നമുക്ക് അവിടെ കാണാം. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിൽ പറയുന്നത്? ഒപ്പം ഈ തിരച്ചിൽ, ഈ ജനകീയ തിരച്ചിൽ ഇനിയും വരും ദിവസങ്ങളിലും ഉണ്ടാകുമോ? അല്ലെങ്കിൽ എന്ന് വരെ ഈ വയനാട് കാണാതായവർക്കുള്ള തിരച്ചിൽ ഉണ്ടാകുമെന്നുള്ളൊരു അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? ഡാൻ, എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഏതാണ്ട് 133 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട് എന്നാണ് ഔദ്യോഗികമായി പുറത്തുവരുന്ന വിവരങ്ങൾ. സ്വാഭാവികമായി ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ആളുകളെ കണ്ടെത്താനുള്ളത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നുള്ളതാണ് എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. അവിടെ പ്രധാനമായി ലഭിക്കുന്ന ഉത്തരം മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ നിന്നുള്ളവരാണ് കൂടുതലായി, മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിൽ നിന്നുള്ളവരാണ് കൂടുതലായി ഈ ദുരന്തത്തിന് ഇരകളായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും കാണാനുള്ളത് ഈ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ മേഖലയിൽ നിന്നുള്ളവരെയാണ് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലങ്ങളിലേക്ക് വ്യാപകമായി തെരച്ചിൽ നടത്തുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുക എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയധികം ദിവസം പിന്നിടുമ്പോഴും ഈ രക്ഷാദൌത്യം ഇങ്ങനെ തുടരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓരോ ബന്ധുക്കളും വളരെ വൈകാരികമായിട്ടാണ്, ഓരോ ആളുകളും വളരെ വൈകാരികമായിട്ടാണ് അവർക്ക് നഷ്ടപ്പെട്ടവരെ തേടി ഇപ്പോഴും അലയുന്നത്. സ്വാഭാവികമായി അവരുടെ ഒരു മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഏത് വിധേനയും അവരെക്കുറിച്ചൊരു സൂചന, അവസാന ശ്രമവും നടത്തി കണ്ടെത്തുക എന്നൊരു നീക്കം അതിന് പിന്നിലുണ്ട്. അത് തന്നെയാണ് ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തുന്ന തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതായിരുന്നു ഒരു വളരെ പ്രതാപത്തോടെ തലയെടുപ്പോടെ നിന്ന വയനാടിന്റെ ചൂരൽമല എന്ന ആ ഒരു ചെറിയ ടൗൺഷിപ്പ്. അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ശോകമൂകമായ സ്ഥിതിയിലാണ്. ഇപ്പോഴും ദിവസങ്ങൾ ഇത്ര പിന്നിടുമ്പോഴും ആ കാഴ്ചകളുടെ അതുണ്ടാക്കുന്ന തീവ്രത, ആ വേദനയുടെ തീവ്രത അത് കുറയുന്നില്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അത്രമാത്രം ദയനീയമായ കാഴ്ചകളിലൂടെയാണ്, ഓർക്കാൻ ആഗ്രഹിക്കാത്ത നിമിഷങ്ങളിലൂടെയാണ് കഴിഞ്ഞ ജൂലൈ 30-ാം തീയതി പുലർച്ചെ ഈ 2 ചെറിയ ടൗൺഷിപ്പുകൾ കടന്നുപോയത്. അതിന്റെ ആഘാതത്തിൽ നിന്ന് ഈ ജനങ്ങൾ ആരും ഇതുവരെ മോചിതരായിട്ടില്ല. അതിനിടയിലാണ് തങ്ങൾക്ക് ഏറെ സ്നേഹിച്ചിരുന്ന, തങ്ങളെ എപ്പോഴും ചേർത്ത് നിർത്താൻ ശ്രമിച്ചിരുന്ന 30ഓളം അല്ലെങ്കിൽ 133 പേർ, അവരാരാണെന്ന് ഇപ്പോഴും വ്യക്തമായ ധാരണകളില്ല. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ ഈ ചെറിയ കടകൾ, അല്ലെങ്കിൽ അവിടെയൊക്കെ മുഴുവൻ സർവ്വം മണ്ണും ചെളിയും കയറി നശിച്ച സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ വീണ്ടും സ്ഥാപനങ്ങളൊക്കെ തുറന്ന് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നുമുണ്ട്. സ്വാഭാവികമായി ഇതിനകത്തൊക്കെ വലിയ തരത്തിൽ ചെളി അടിഞ്ഞ സ്ഥിതിയാണ്. നമുക്കറിയാം,
കാഴ്ചകൾ ഇതിനകത്തൊക്കെ വലിയ തരത്തിൽ ഇതൊരു വലിയ ഇവിടുത്തെ ഈ ചെറിയ ടൗൺഷിപ്പിലെ ഒരു വലിയ സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനത്തിന്റെ അകത്ത് ഇപ്പോഴും ചെളി മാറിയിട്ടില്ല. പരമാവധി അതിന്റെ മുൻവശമൊക്കെ അവർ വൃത്തിയാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിന്റെ അകത്തെ ദയനീയമായ കാഴ്ചകൾ അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. എന്താണ് ഇത്?